മന്ത്രിയോട് ഇന്നലെ സംസാരിച്ചപ്പം മന്ത്രി പറഞ്ഞത് കമ്പനി ഓണേഴ്സ് വരുമായിരിക്കാം, അവർക്കും ഒരു ഷുവറായിട്ടൊന്നുമില്ല. അപ്പോൾ ആർക്ക് വേണോ ഇവിടെ വന്ന് എന്തും നടത്തിയിട്ട് പൂട്ടിയിട്ട് ഒരു ദിവസം രാവിലെ പൂട്ടി താക്കോൽ എടുത്തിട്ട് പോകാം. എന്തായാലും മാസമായിട്ടുള്ളൊരു ലേ ഓഫ് വരുമോ എന്നുള്ളൊരു ഭീതി നമ്മുടെ ജീവനക്കാർക്കുണ്ട്. എറണാകുളം കോറോഹിൽ നിന്ന് ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടതിൽ വലിയ തരത്തിലേക്കുള്ള പ്രതിഷേധങ്ങളും വിമർശനങ്ങളും നടക്കുകയാണ്. അതോടൊപ്പം തന്നെ നാളെ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ മന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്തൊരു ചർച്ചയും നടക്കാനിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് അവിടെ പിരിച്ചുവിടപ്പെട്ട ജീവനക്കാർക്ക് ഐക്യദാർഢ്യവുമായി തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് ജീവനക്കാരുടെ സംഘടന ഇന്നൊരു സംഗമം സംഘടിപ്പിക്കുന്നത്. പ്രതിധ്വനിയുടെ നേതൃത്വത്തിലാണ് യുണൈറ്റഡ് എഗെയിൻസ്റ്റ് അൺഫെയർ ലേ ഓഫ്സ് എന്ന തലക്കെട്ടോടുകൂടി ഇത്തരത്തിൽ ടെക്നോ പാർക്ക് ഫേസ് 1 മുൻപിൽ ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ ധർണ എന്ന നിലയ്ക്ക് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഈ പരിപാടിയുടെ സംഘാടകർ ഇവിടെയുണ്ട്, അതേക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലേക്കൊരു ലേ ഓഫുകൾ പലയിടങ്ങളിലായി നടക്കുന്നുണ്ട്. കൂട്ടപ്പിരിച്ചുവിടൽ എന്ന നിലയ്ക്ക് കൊച്ചിയിൽ ഉണ്ടായപ്പോഴാണ് വലിയ തോതിൽ ചർച്ചയായത്. എന്തുകൊണ്ടാണ് ഇവിടെ ഇന്ന് ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിക്കാൻ കാരണം? കോറോ ഹെൽത്ത് കെയർ എന്ന കമ്പനിയിലുണ്ടായ കൂട്ടപ്പിരിച്ചുവിടൽ തന്നെയാണ് ഇതിൻ്റെ ആധാരം. അപ്പോൾ അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ IT ജീവനക്കാർ എന്നുള്ളതിൽ നമ്മുടെ കടമ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഒറ്റയ്ക്കായിട്ട് പല സ്ഥാപനങ്ങളിൽ നിന്നും ഫോഴ്സ്ഡ് റെസിഗ്നേഷൻ അല്ലാതെയുള്ള റെസിഗ്നേഷൻസ് വാങ്ങി എംപ്ലോയീസിനെ പറഞ്ഞു വിടുന്നുണ്ട്. അതിനെതിരായി കൂടിയാണ് നമ്മുടെ ഈ പ്രതിഷേധം. ടെക്നോ പാർക്കിൽ ഇത്തരത്തിലൊരു ഭീഷണി ജീവനക്കാർ നേരിടുന്നുണ്ടോ? മാസമായിട്ടുള്ള ഭീഷണി ഇല്ല, ഇപ്പോൾ നിലവിലില്ല. എന്നാലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും മാസമായിട്ടുള്ളൊരു ലേ ഓഫ് വരുമോ എന്നുള്ളൊരു ഭീതി നമ്മുടെ ജീവനക്കാർക്കുണ്ട്. നാളെ ഒരു ചർച്ച നടക്കുകയാണ്. മന്ത്രി ബിന്ദു കൃഷ്ണ തന്നെയാണ് ആ ചർച്ചയ്ക്ക് നേതൃത്വം വഹിക്കുന്നത്. അതിലൊരു അനുകൂല സമീപനം ഉണ്ടാകുമെന്ന് കരുതുന്നുള്ളൂ. ഞാൻ ഇന്ന് ഒരു വാർത്ത ഇത് കണ്ടത്, മന്ത്രിക്ക് തന്നെ ഐഡിയ ഇല്ല ഈ കമ്പനി ഓണേഴ്സ് വരുമോ ഇല്ലയെന്ന്. മെയിൽ ത്രൂ ആണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം നടക്കുന്നത്. ഡയറക്റ്റായിട്ട് കമ്പനിയുടെ ആരുമായിട്ടും അതോറിറ്റീസിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല കമ്പനി അതിൽ ആക്ഷൻ. പക്ഷേ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്, എംപ്ലോയീസിന് ഫേവറായിട്ട് കമ്പനി നിലപാടെടുക്കണമെന്നൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോടതി ഇത് അവരനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ല, നേരത്തെ ഉണ്ടായ ധാരണകൾ പലതും ഈ കമ്പനി ലംഘിച്ചു. ഈവൻ ജോലിക്കാരെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കണമെന്ന സർക്കാർ നിർദ്ദേശം പോലും അവർ അവഗണിക്കുകയുണ്ടായി. അതെ, അതായത് ഒരു ദിവസം രാവിലെ, അതായത് കഴിഞ്ഞ ഫ്രൈഡേ ആണ് ഈ ഇൻസിഡൻറ്റ് നടക്കുന്നത്. എംപ്ലോയീസ് രാവിലെ കുറേ ആൾക്കാർ നേരത്തെ വന്ന് ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വീക്കെൻഡ് ആയതുകൊണ്ട് അവർക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവർ നേരത്തെ വന്ന് ലോഗിൻ ചെയ്തു. ആ സമയത്താണ് കൂട്ടമായിട്ടൊരു അനൗൺസ്മെൻറ്റ് ഉണ്ടാകുന്നത്, നാളെ മുതൽ നിങ്ങൾക്ക് ജോലിയില്ല, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ലോഗ് ഔട്ട് ചെയ്ത് പോകാം, ഇന്ന് മുതൽ നിങ്ങളുടെ സിസ്റ്റവും ആക്സസും എല്ലാം ഇത് ചെയ്തേക്കാണ്, റിവോക്ക് ചെയ്തേക്കാണ്, നിങ്ങൾക്ക് ഇനി വർക്കില്ല എന്ന് പറയുന്നത്. അത് ശരിക്കും അൺഫെയർ ആയിട്ടുള്ള, ഒരു തുണിക്കടയിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ഏത് ഇതിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും പ്രയറായിട്ടൊരു ഇൻഫർമേഷൻ വേണം. അതിവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. അതിൽ നമുക്ക് രാജീവ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് ഒരു സർക്കാരുണ്ട്. ഇതുവരെയും ഞാൻ ഒരു ആക്ഷനും കണ്ടില്ല. മന്ത്രിയോട് ഇന്നലെ സംസാരിച്ചപ്പം മന്ത്രി പറഞ്ഞത് കമ്പനി ഓണേഴ്സ് വരുമായിരിക്കാം, അവർക്കും ഒരു ഷുവറായിട്ടൊന്നുമില്ല. അപ്പോൾ ആർക്ക് വേണോ ഇവിടെ വന്ന് എന്തും നടത്തിയിട്ട് പൂട്ടിയിട്ട് ഒരു ദിവസം രാവിലെ പൂട്ടി താക്കോൽ എടുത്തിട്ട് പോകാം, ആ ഒരു അവസ്ഥയിലേക്കാണ് പോയത്. അത് ഇനി നമുക്ക് ടെക്നോ പാർക്ക് ഇതിപ്പോൾ മാസമായിട്ടൊരു ലേ ഓഫ് ആയതുകൊണ്ട് മാത്രമാണ് എല്ലാവരും അറിഞ്ഞത്, മീഡിയ സപ്പോർട്ട് ചെയ്തത്. ഇത് ഒരു കമ്പനിയിൽ നിന്ന് 10 പേരെ അല്ലെങ്കിൽ 5 പേരെ ഇതേപോലെ പറഞ്ഞു വിടുകയാണ്. ആരും അറിയില്ല, കാരണം ലേബർ ലോസ് എംപ്ലോയീസിന് അറിയില്ല, ആർക്കും ലേബർ ലോസ് എന്താണെന്ന് അറിയില്ല. പിന്നെ ലേബർ ലോസ് ഇപ്പൊ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിന് വിളിച്ച്, പക്ഷെ എല്ലാവർക്കും വരാൻ പേടിയാണ്. അപ്പോൾ അത്തരത്തിൽ അവർ പറയുന്നത് അനീതിയാണ് നടക്കുന്നത്. അതായത് ടെക്നോ പാർക്കിൽ ഇതിനോടകം തന്നെ ഈ മാസ് ലേ ഓഫ്, അതായത് കൂട്ടപ്പിരിച്ചുവിടലിലേക്ക് വന്നിട്ടില്ല എങ്കിലും പലയിടങ്ങളിലും നിർബന്ധിച്ച് രാജിവെപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മുന്നറിയിപ്പുകളില്ലാതെ നാളെ മുതൽ ജോലിക്ക് വരേണ്ടതില്ല എന്ന് ജനാധിപത്യ വിരുദ്ധമായി പെരുമാറുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി ചോദിക്കണം. അതായത് ഇത്തരത്തിൽ ഒരു തീരുമാനം വന്നപ്പോഴാണ് ഇത് ചർച്ചയാകുന്നത്. ഇതിന് സർക്കാരും ഈ സംവിധാനങ്ങളും വഴങ്ങിക്കൊടുത്താൽ നാളെ ഏത് കമ്പനിയിലും എന്തും എങ്ങനെയും ജീവനക്കാരെ ചെയ്യാമെന്നൊരു ആ ഒരു സാഹചര്യം ഒരുങ്ങില്ലേ? തീർച്ചയായും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരും. ഇപ്പോൾ 80% IT എംപ്ലോയീസും ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്.
ഇപ്പം നമുക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും ഈ ടെക്നോ പാർക്ക് ഇവിടെ വന്നതുകൊണ്ട് തന്നെ ഈ കഴക്കൂട്ടത്തും ഈ ഭാഗത്തും എത്രത്തോളം വികസനം വന്നു എന്നുള്ളത്. ഇത് ബാധിക്കുന്നത് ഒരു IT എംപ്ലോയിയോ അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ ഉദ്ഘാടക പ്രസംഗം പറഞ്ഞ പോലെ തന്നെ ഒരു ഫാമിലിയാണ്. അത് മാത്രമല്ല സൊസൈറ്റിയുമാണ്. ഇവിടെ നിന്നൊരു മെജോറിറ്റി എംപ്ലോയീസ് പോയി കഴിയുമ്പോൾ പിന്നെ ഇതിനോട് ചുറ്റിപ്പറ്റിയുള്ള പല സംഭവങ്ങൾക്കും അവരെയും ബാധിക്കും. സമൂഹം വിചാരിക്കുന്നത് IT എംപ്ലോയീസിനല്ലേ അവർക്ക് മാത്രമല്ലേ ബാധിക്കുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല. ഇത് മൊത്തത്തിൽ എല്ലാ സൊസൈറ്റിക്കും ഇതൊരു ഇമ്പാക്റ്റ് വരും, ഓരോ എംപ്ലോയിക്ക് ജോലി നഷ്ടപ്പെടുമ്പോഴും എന്നുള്ളതാണ് സത്യാവസ്ഥ. പൊതുവികാരമായി ഉയർന്നു വരണം. തീർച്ചയായും പൊതുവികാരമായി ഉയർന്നു വരണം. ഒരു IT എംപ്ലോയി എന്ന് പറയുന്ന ഒരു ടാക്സ് പേയിങ് മെഷീൻ മാത്രമല്ല, അവൻ ഇവിടുത്തെ സൊസൈറ്റിക്കും ഇവിടുത്തെ പല ഇതിനോടനുബന്ധപ്പെട്ട പല കാര്യങ്ങളുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്ന സഹായിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ തീർച്ചയായും അവർക്ക് അവരുടെ ഒരു പൊതുസമൂഹത്തിൻ്റെ സപ്പോർട്ടും തീർച്ചയായും അവർക്ക് വേണം. അത്തരത്തിൽ ഒരു തരത്തിലും ഈ വിഷയം ഇങ്ങനെ അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അവർ ആവർത്തിക്കുന്നു. അതുപോലെ തന്നെ പൊതുസമൂഹത്തിന്റെ ഒരു ശ്രദ്ധയും ഐക്യദാർഢ്യവും കൂടി IT ജീവനക്കാർക്ക് ഈ മേഖലയിൽ വേണമെന്ന ആവശ്യം കൂടിയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.